കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രി മുഴുവൻ സുധീഷും ഹരീഷും നികേഷും ഉറങ്ങാതെ സുഭാഷ് ഏട്ടനെ കാവലിരിക്കുകയാണ്. രാവിലെ നിധി ഹാളിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നികേഷ് അങ്ങോട്ട് വന്ന് സുഭാഷ് ഏട്ടൻ എവിടെയെന്ന് ചോദിക്കുന്നത്. എടാ, ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല, ഇവിടൊക്കെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനും അങ്ങോട്ട് വരികയാ. സുഭാഷ് നിധിയോടായി പറയുന്നുണ്ട്, മോളെ ഇവന്റെ കാര്യം കേൾക്കണോ? രാത്രി മുഴുവൻ ഇവൻ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഞാൻ ഇവിടെ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ ഇടയ്ക്ക് എഴുന്നേറ്റ് നോക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നുവെന്ന് സുഭാഷ് ഏട്ടൻ നികേഷിനോടായി പറയേ. ഞാൻ മാത്രമല്ല ഏട്ടാ, ആരും ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. എല്ലാവർക്കും സുഭാഷ് ഏട്ടന്റെ കാര്യം തന്നെയായിരുന്നു മനസ്സിൽ. സുഭാഷ് ഏട്ടൻ വീണ്ടും എഴുന്നേറ്റ് പോകുമെന്നായിരുന്നു എല്ലാവരുടെയും മനസ്സിലെന്ന് നികേഷ് പറയുന്നുണ്ട്. ഏയ്, ഏട്ടൻ ഇനി എങ്ങോട്ടും പോവാൻ പോകുന്നില്ല, പോരെ എന്ന് സുഭാഷും. മോളെ ദോശ ഉണ്ടാക്കട്ടെ എന്ന് സുഭാഷ് നിധിയോടായി ചോദിക്കേ. ഇന്നും ദോശയാണോ എന്ന് നികേഷും. വേറെന്താ വേണ്ടതെന്ന് പറയാമെന്ന് സുഭാഷ് ചോദിക്കേ. ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് മസാല ദോശ എന്ന് നികേഷ് പറയുന്നുണ്ട്. അത്രയല്ലേ വേണ്ടു എന്ന് സുഭാഷ് പറയുമ്പോഴാണ് പച്ചക്കറിയും വാങ്ങിച്ച് സുധീഷും ഹരീഷും അങ്ങോട്ടെത്തുന്നത്. സുധീഷ് പച്ചക്കറി സുഭാഷ് ഏട്ടന് നൽകിക്കൊണ്ട്, സുഭാഷ് ഏട്ടാ, ഇനി ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി റെഡി, ഇനി പുറത്തു പോയി വാങ്ങാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അല്ല, നീ എന്തിനാ വാങ്ങാൻ പോയെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കേ. അല്ല, ആ പേരിൽ സുഭാഷ് ഏട്ടൻ പുറത്തിറങ്ങി ഓടിപ്പോവാൻ പാടില്ലല്ലോ എന്ന് ഹരീഷ്. ദേ, വീണ്ടും അത് തന്നെ പറഞ്ഞ എനിക്ക് ദേഷ്യം വരും കേട്ടോ എന്ന് സുഭാഷ് ഏട്ടൻ ദേഷ്യത്തോടെ പറയേ. ചുമ്മാതിരി സുഭാഷ് ഏട്ടാ, വെറുതെ അവൻ തോണ്ടിയതല്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട്. അതെ, സുഭാഷ് ഏട്ടൻ പോയി എന്നറിഞ്ഞപ്പോ ഞങ്ങളെ കൂടാതെ വേറെ ചിലരും വല്ലാതെ വിഷമിച്ചു. ആരെന്നറിയോ എന്ന് ഹരീഷ് ചോദിക്കേ. അച്ഛനല്ലേ, കുറെ സ്ഥലത്തന്നെ അന്വേഷിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഇന്നലെ സംസാരം കേട്ടപ്പോൾ എനിക്ക് വിഷമമായി എന്ന് സുഭാഷ് പറയുന്നുണ്ട്. അച്ഛനല്ല, വേറാള് എന്ന് ഹരീഷും നികേഷും ഒരുമിച്ച് പറയുക. പിന്നെ എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കേ. എത്ര ആലോചിച്ചാലും സുഭാഷ് ഏട്ടൻ അത് പിടികിട്ടാൻ പോകുന്നില്ലെന്ന് നികേഷും. നമ്മുടെ ഗംഗാധരം വല്യച്ഛനും ലളിതമായും സുഭാഷ് ഏട്ടൻ പോയി എന്ന് കേട്ട ഉടനെ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നിരുന്നു എന്ന് നികേഷ് പറയേ. അമ്പരപ്പാട് ശരിക്കും എന്ന് സുഭാഷ് ഏട്ടനും. ശരിക്കും എന്ന് നികേഷ് പറയേ. ആ സത്യം, വല്യച്ഛൻ അതിനിടയിലെ നമ്മൾ ഈ വീട് വിട്ടു പോകണമെന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷെ ലളിതമ്മയെ സുഭാഷ് ഏട്ടൻ ഈ വീട്ടിലേക്ക് തിരിച്ചു വരും, വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാ പോയത് എന്ന് സുധീഷും പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവിടുത്തെ കാരണവര് അവരോടൊന്നും മെക്കിട്ട് കയറാൻ നോക്കി, പക്ഷെ അവരൊന്നും മറുത്തു പറഞ്ഞില്ലേട്ടാ എന്ന് നികേഷ് പറയുന്നതുകൾക്ക് സന്തോഷത്തോടെ, ആ വീട്ടിലൊരു പ്രശ്നമുണ്ടെന്നറിഞ്ഞപ്പോ അവര് കൂടെ നിന്നല്ലോ, നന്നായി. എല്ലാം മറന്ന് എല്ലാവരും സന്തോഷമായി ജീവിക്കണമെന്ന് ഞാൻ എത്ര കാലമായിട്ട് ആഗ്രഹിക്കുന്നു എന്നറിയോ എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ. ആ ബെസ്റ്റ്, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സുഭാഷ് ഏട്ടൻ ആയതുകൊണ്ട് മാത്രമായിരിക്കും അവരൊന്ന് വന്നിട്ട് പോയത്, അത് അവരുടെ വായിന്ന് വീഴുകയും ചെയ്തെന്ന് സുധീഷും. അങ്ങനെയൊന്നും അല്ലടാ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ നോക്കിക്കോ, അവര് കൂടെ ഉണ്ടാവും എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. എന്ന് വെച്ച് ഇനിയും പ്രശ്നം ഉണ്ടാവണമെന്നാണോ എന്ന് നികേഷും. അങ്ങനെയൊന്നും അല്ലടാ, എടാ, എത്ര വഴക്കിട്ടാലും വലിയ പ്രശ്നം വരുമ്പോ സ്വന്തക്കാരെ കൂടെ നിൽക്കുമല്ലോ എന്ന് സമാധാനിച്ചതാ ഞാൻ എന്ന് സുഭാഷ് ഏട്ടൻ പറയേ. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ, ഞങ്ങളെല്ലാം എന്തുമാത്രം അനുഭവിച്ചു എന്നറിയോ എന്ന് നിധിയും പറയുന്നുണ്ട്. അതെ, ഞാനും ആകെ ഒന്ന് പേടിച്ചു പോയതാ. നിങ്ങൾക്കൊക്കെ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുതെന്നായിരുന്നു എന്റെ വിചാരം. എന്നെ കൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ കുഴപ്പമായെന്ന് കേട്ടപ്പോ ഞാൻ വല്ലാതായി. അതാ ദേ, ഇപ്പോഴും ആ പേടി മാറിയിട്ടില്ലെന്ന് സുഭാഷ് ഏട്ടനും. സുധീഷും ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്റെ സുഭാഷ് ഏട്ടാ, ആ വീട്ടുകാരുടെ കൂടെ വന്ന ജോത്സ്യരില്ലേ, അയാള് കാലങ്ങളായിട്ട് അവരെ ഊറ്റി ജീവിക്കുന്ന ഒരാളാ. ഒരു 50 കല്യാണമെങ്കിലും അയാൾ ഈ ജാതകത്തിന്റെ പേരും പറഞ്ഞ് മുടക്കിയിട്ടുണ്ടാവും. കൂടാതെ അവരുടെ വീട്ടിൽ ഓരോ പേരും പറഞ്ഞ് പലതരം പൂജകളും ക്രിയകളും ഒക്കെ നടത്തുന്നതേ അയാളുടെ മേൽനോട്ടത്തിലാ. അവരാണെങ്കിൽ അയാൾ പറഞ്ഞത് വിട്ട് അങ്ങോട്ട് നടക്കുകയുമില്ല എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. അങ്ങനെയാണോ എന്ന് അമ്പരപ്പോടെ നിധിയും ചോദിക്കുക. ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാന്നേ. അയാൾ പറഞ്ഞ സുഭാഷ് ഏട്ടന്റെ ജാതക വിധിയുണ്ടല്ലോ, അത് തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു തരാം. അല്ലടാ ഹരീഷേ, നമ്മൾ തെളിയിക്കും എന്ന് സുധീഷ് ചോദിക്കേ. അതെ, അത് തെളിയിച്ചു കഴിഞ്ഞാൽ സുഭാഷ് ഏട്ടന് സമാധാനമാവുമല്ലോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ എന്ന് സുഭാഷ് ഏട്ടൻ സംശയത്തോടെ ചോദിക്കേ. അതൊക്കെയുണ്ട് സുഭാഷ് ഏട്ടൻ, നോക്കിക്കോ. നിധി ഓഫീസിൽ വിളിച്ചിട്ട് അവധി പറഞ്ഞു. ഇന്ന് സുഭാഷ് ഏട്ടന്റെ സംശയം തീർത്തു കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് സുധീഷ് ആവശ്യത്തോടെ പറയുന്നത് കേൾക്കെ. സുധീഷേ, ഈ കാര്യത്തിൽ നിങ്ങളുടെ ഉടായ്പ പരിപാടി കാണിക്കരുത് എന്ന് നിധി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏയ് ഇല്ല എടുത്തി, ഇത് ഞാൻ കൂടെയുണ്ട്. സുധീഷ് ഏട്ടാ എന്ന് പറഞ്ഞ് ഹരീഷ് ചാവി എടുക്കുമ്പോഴേക്കും ഓ എന്നെക്കാളും വിശ്വാസം നിന്നെയാണല്ലേ എന്ന് സുധീഷും പരിഭവത്തോടെ ചോദിക്കുന്നുണ്ട്. അതെ, നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടാ, വാ എന്ന് വിളിച്ച് ഹരീഷ് അവനെയും കൂട്ടി പോവുകയാണ്. എന്നാലും എന്തായിരിക്കും ആ പരിപാടി എന്ന് നികേഷ് സംശയത്തോടെ ആലോചിച്ചിരിക്കുക. നോക്കാം, വരട്ടെ എന്ന് നിധി പറയുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് എഴുന്നേറ്റ് പോവുകയാണ്. സുഭാഷ് ഏട്ടാ, എനിക്ക് ചായ കിട്ടിയില്ലെന്ന് നികേഷ് വിളിച്ച് പറയാൻ, നിനക്ക് ഞാൻ തരാമെന്ന് സുഭാഷ് ഏട്ടനും. പിന്നീട് സുധീഷും ഹരീഷും 4 ജ്യോത്സ്യന്മാരെയും കൂട്ടി വീട്ടിലേക്ക് എത്തുകയാണ്. ഓട്ടോയിൽ നിന്നിറങ്ങുന്ന 4 ജ്യോത്സ്യരെയും ശ്രദ്ധിച്ചിരിപ്പ ഉമ്മറത്തിരിക്കുന്ന അച്ഛനും. സുധീഷും ഹരീഷും അവരെയും വിളിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും അച്ഛനും എഴുന്നേറ്റ്, ഇതൊക്കെ ആരടാ
ആരൊക്കെയാടാ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവരൊക്കെ വലിയ ജ്യോത്സ്യന്മാരാണെന്ന് സുധീഷ് പറയെ. ഇവിടെന്താ അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് നോക്കാൻ പോവാണോ എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. അതല്ല, ഇവരെ വെച്ചാണ് സുഭാഷ് ഏട്ടന്റെ മനസ്സിൽ ഉറച്ചുപോയ ചില ധാരണകൾ തിരുത്താൻ പോകുന്നത് എന്ന് സുധീഷ് പറയുന്നത് മനസ്സിലാവാതെ എന്ന് വെച്ചാ എന്ന് അച്ഛനും. അതിപ്പോ പറയാൻ പറ്റില്ല, വേണമെങ്കിൽ നേരിട്ട് വന്ന് കണ്ടോ, പിന്നീട് കയറി സംസാരിക്കാൻ നിൽക്കരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് സുധീഷ് ഓർമ്മിപ്പിക്കെ. നീ ചെല്ലെ, ഞാൻ വന്നോളാമെന്ന് അച്ഛനും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷും ഹരീഷും അവരെ 4 പേരെയും ഹാളിലേക്ക് കൊണ്ടുചെന്ന് ഇരുത്തുകയാ. നിധിയും സുഭാഷും നികേഷും എല്ലാം അങ്ങോട്ട് എത്തുന്നുണ്ട്. സുധീഷ് സുഭാഷ് ഏട്ടനെ അവർക്ക് പരിചയപ്പെടുത്തുകയാ. ഇതാണ് എന്റെ ചേട്ടൻ സുഭാഷ്, ഇദ്ദേഹത്തിന്റെ ജാതകമാണ് നമുക്ക് നോക്കേണ്ടത് എന്ന് പറഞ്ഞ് സുഭാഷിനോടായി. സുഭാഷ് ഏട്ടാ, ഇവരൊക്കെ വലിയ ജ്യോത്സ്യന്മാരാ. ഇത് പറവൂർ പങ്കജാക്ഷൻ, നമ്മുടെ ടിവിയിലൊക്കെ നക്ഷത്ര ഫലം പറയുമല്ലോ, അത് ഇദ്ദേഹമാ. ഇത് കയ്പമംഗലം ഉണ്ണിപ്പണിക്കർ, പിന്നെ ഇത് ജ്യോതിഷാലയം ജ്യോതികുമാർ, പിന്നെ ആ സ്വാമിയാണ് ആറ്റിങ്ങൽ ഗിരിജാവല്ലഭൻ എന്നൊക്കെ സുധീഷ് അവരെ പരിചയപ്പെടുത്ത അവരും സുഭാഷിന് നമസ്കാരം പറയുകയാ. സുധീഷും അവരോടായി. അല്ല, വേറൊരു കാര്യം പറയാനുണ്ടേ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ചല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ജാതകം നോക്കേണ്ടത്. എല്ലാവരും അപ്പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ ഓരോരുത്തരെയായിട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞ് നികേഷിനോടായി. എടാ നികേഷ്, എല്ലാരെയും കൊണ്ട് ഈ ജ്യൂസ് എന്തെങ്കിലും കൊടുക്ക്, ഞാൻ വിളിക്കുമ്പോഴേ ഓരോരുത്തരെയായി വിട്ടാൽ മതി എന്ന് പറയും. നികേഷ് ഓക്കെ പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അത് കണ്ട് സുഭാഷ് ഏട്ടനും ഉണ്ടാടാ, എന്തോന്നാടാ ഇതൊക്കെ എന്ന് ചോദിക്കേ. അതൊക്കെയുണ്ട് കണ്ടോ എന്ന് പറഞ്ഞ് സുഭാഷിന്റെ ജാതകം അവന്റെ കയ്യിൽ കൊടുത്ത്, ഇനി ഈ ജാതകം ചേട്ടൻ തന്നെ ദൈവത്തിന്റെ മുന്നിൽ കൊണ്ടുചെന്ന് പ്രാർത്ഥിക്കുക ചെല്ലെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടനെ പറഞ്ഞു വിടുകയാ. സുഭാഷും പൂജ ഫോട്ടോയ്ക്ക് മുന്നിൽ ജാതകം വെച്ച് പ്രാർത്ഥിച്ചു നിൽപ്പാ. നികേഷ് അപ്പോഴേക്കും പിന്നാമ്പുറത്തെ വരാന്തയിലിരുത്തി 4 ജ്യോത്സ്യർക്കും ജ്യൂസ് നൽകുകയാ. നിധിയും പ്രാർത്ഥനയോടെ നിൽക്കുന്ന സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇത്രയും പേരെ കൊണ്ടുവന്നത്, അവരെ കൊണ്ട് സെപ്പറേറ്റഡായി നോക്കിപ്പിക്കുന്നേന്ന്. അല്ലെങ്കിൽ ആദ്യത്തെ ആള് പറയുന്നത് കേട്ട് അതുതന്നെ മറ്റേയാള് റിപ്പീറ്റ് ചെയ്താലോ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ. കൊള്ളാം, കുരുത്തക്കേട് കാണിക്കുമ്പോ എന്ത് സ്മാർട്ടാ അല്ലേ ഹരീഷേ എന്ന് ചിരിയോടെ നിധി ചോദിക്കുന്നുണ്ട്. പിന്നെ അല്ല എന്ന് ചിരിയോടെ ഹരീഷും. ഇനി 4 പേരും ഒരേ കാര്യം പറഞ്ഞാലോ എന്ന് നിധി ചോദിക്കേ. അതേ, അന്ന് പറഞ്ഞ ആ കാര്യം ഈ 4 പേരും പറഞ്ഞാലോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. എന്ന എല്ലാം കയ്യിന്ന് പോവും. എടാ, അങ്ങനെയൊന്നും നടക്കല്ലേ എന്ന് പ്രാർത്ഥിക്കും, നിങ്ങള് പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ് സുധീഷ്. ഈശ്വര നടക്കല്ലേ എന്ന് പറഞ്ഞ് കൈക്കുപ്പി പ്രാർത്ഥിക്കുക. കൂടെ നിധിയും ഹരീഷും. സുഭാഷ് പ്രാർത്ഥന കഴിഞ്ഞ് ജാതകമെടുത്ത് വരുമ്പോഴേക്കും സുധീഷും വിളിച്ച് പറയുന്നുണ്ട്, നികേഷേ, പറവൂർ പങ്കജാക്ഷ പണിക്കര് പോന്നോട്ടെ എന്ന്. നികേഷും അവരോടായി. നിങ്ങളിലാരാ ഈ പറവൂർ പങ്കജാക്ഷ പണിക്കര് എന്ന് ചോദിക്കേ. ഞാനാ എന്ന് പറഞ്ഞ് അയാൾ എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേൽക്ക, നടന്നോളാ, വരിക എന്ന് പറഞ്ഞ് നികേഷ് അയാളെയും വിളിച്ചു അകത്തേക്ക് പോവുകയാണ്. അയാൾ കബടി നിരത്തി സുഭാഷിന്റെ ജാതകം നോക്കി. നല്ല അസൽ ജാതകം, ധനയോഗം, മാലയോഗം, കുടുംബയോഗം തുടങ്ങി എല്ലാ യോഗങ്ങളുമുണ്ട്. എന്നാൽ ചന്ദ്രൻ നീചത്തിലായതുകൊണ്ട് ജാതകക്കാരന് ഇപ്പൊ ചില മാനസിക വിഷമങ്ങളുണ്ട്. വീട് വിട്ടു പോകാനുള്ള യോഗം കാണുന്നുണ്ട്. ഈ ജാതകപ്രകാരം ജാതകക്കാരൻ ഇതിനോടകം കോടീശ്വരനാകേണ്ടതാ എന്നയാൾ പറയുന്നത് കേൾക്കെ. ബെസ്റ്റ്, എന്തുവാടാ ഇതൊക്കെ എന്ന് സുഭാഷ് സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. എന്നാൽ അധികം വൈകാതെ അത് സംഭവിക്കുമെന്ന് ജ്യോത്സ്യൻ വീണ്ടും പറയേ. എടാ, ആദ്യ ബോളിൽ തന്നെ 6 അടിച്ചില്ലേ, ഇനി നോക്കാമെന്ന് സുധീഷും ഹരീഷിനോടായി പറയുകയാണ്. കല്യാണം എപ്പോ നടക്കും ജ്യോത്സ്യരെ എന്ന് ഹരീഷ് ചോദിക്കേ. ഇതുവരെയും ഇയാൾക്ക് കല്യാണമായില്ലേ, ജാതകപ്രകാരം ഇയാളുടെ കല്യാണം കഴിഞ്ഞ് ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കണമല്ലോ എന്ന് ജ്യോത്സ്യൻ പറയുന്നത് കേൾക്കെ. എടാ, പറഞ്ഞു വിടറാ എന്ന് സുഭാഷും ദേഷ്യത്തോടെ സുധീഷിനോടായി പറയുക. അയ്യോ, കല്യാണമൊന്നും ആയിട്ടില്ല ജ്യോത്സ്യരെ എന്ന് സുധീഷ് പറയേ. പക്ഷെ ജാതകവിധി അതല്ലല്ലോ. ഇനി നിങ്ങൾ അറിയാതെ വല്ലയിടത്തും ഭാര്യയും കുട്ടിയും ഉണ്ടോ എന്ന് ചോദിക്കേ എന്ന് ജ്യോത്സ്യൻ പറയുന്നത് കേൾക്ക് എല്ലാവരും സംശയത്തോടെ സുഭാഷ് ഏട്ടനെ തന്നെ നോക്കി നിൽപ്പാ. ഏയ്, അങ്ങനെയൊന്നുമില്ലെന്ന് വെപ്രാളത്തോടെ സുഭാഷും പറയുന്നുണ്ട്. സുധീഷ് അർത്ഥം വെച്ച് ചിരിയോടെ നോക്കി നിൽക്കുന്നത് കണ്ട്, നീ എന്താടാ ഇങ്ങനെ നോക്കുന്നത്, എടാ ഇദ്ദേഹം പറയുന്ന പോലെ ഒന്നും ഇല്ലെന്ന് സുഭാഷ് ഏട്ടൻ. ഓ ശരി, നിങ്ങൾ നോക്കിക്കോളൂ ജ്യോത്സ്യരെ എന്ന് സുധീഷ് പറയേ. ജ്യോത്സ്യർ വീണ്ടും പറയുകയാ. ഇത്രയും നല്ല ജാതകം ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എന്തായാലും ജാതകത്തിൽ എല്ലാം കാണുന്നുണ്ട്. ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യണം. ആദ്യം കുടുംബക്ഷേത്രത്തിൽ പോയി ചില വഴിപാടുകൾ ചെയ്യണം. എന്തൊക്കെയാ വേണ്ടതെന്ന് ഞാൻ കുറിച്ചു തരാമെന്ന് ജ്യോത്സ്യൻ പറയേ. അല്ല, ദോഷങ്ങൾ വല്ലതും എന്ന് സുഭാഷേട്ടൻ ചോദിക്കുന്നു. ദോഷോ? ഈ ജാതകപ്രകാരം ഒരു ദോഷവും ജാതകക്കാരനില്ല എന്ന് ജ്യോത്സ്യൻ പറയുന്നത് കേൾക്കെ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. പിന്നീട് രണ്ടാമത്തെ ജ്യോത്സ്യരെ വിളിക്കുമ്പോൾ അദ്ദേഹവും കവടി നിരത്തി സുഭാഷിന്റെ ജാതകം നോക്കുമ്പോഴേക്കും, എടാ ഇയാള് കൊള്ളാക്കോ എന്ന് സുധീഷ് ഹരീഷിനോടായി പതിയെ ചോദിക്കുന്നുണ്ട്. നോക്കാമെന്ന് ഹരീഷ്. ആ ജ്യോത്സ്യൻ പറഞ്ഞു തുടങ്ങുകയാ. ഈ ജാതകക്കാരന് മാതൃയോഗമില്ല. ഈ ജാതകപ്രകാരം ജനിച്ചതിനു ശേഷം അമ്മ നഷ്ടപ്പെട്ടിരിക്കണം എന്ന് പറയുന്നത് കേൾക്കെ സുഭാഷും ഒരു നിമിഷം അച്ഛനെ നോക്കി. അതേ ജ്യോത്സ്യരെ, എന്റെ അമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയതാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അധികം വൈകാതെ വിവാഹം കഴിയും. വരുന്നത് മഹാലക്ഷ്മിയെ പോലെ ഒരു കുട്ടിയാവും. ആ കുട്ടി ഒരമ്മ സ്നേഹിക്കുന്നത് പോലെ ഈ ജാതകക്കാരനെ സ്നേഹിക്കും. കാരണം 30 വയസ്സ് കഴിഞ്ഞാൽ അമ്മയുടെ സ്നേഹം പോലൊന്ന്
അനുഭവിക്കാൻ കിടക്കുന്നു. തറവാട്ട് അമ്പലത്തിൽ പോയി ചെയ്തു തീർക്കാനുള്ള വഴിപാടെല്ലാം എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണം. എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുമെന്ന് ആ ജ്യോത്സ്യനും പറഞ്ഞു നിർത്തുകയാ. മൂന്നാമത്തെ ജ്യോത്സ്യനും ജാതകം നോക്കുമ്പോഴേക്കും എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഒരു ചെറിയ ദോഷം കാണുന്നുണ്ടെന്ന് അദ്ദേഹം പറയേ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോന്ന് സുഭാഷൻ ചോദിക്കുക. ഏയ് അതൊന്നുമല്ല, സർപ്പദോഷം. അതിനാദ്യം പരിഹാരം കാണണമെന്ന് ജ്യോത്സ്യൻ പറയേ. അല്ല, അതിനിപ്പോ എന്ത് ചെയ്യണമെന്ന് സുധീഷൻ ചോദിക്കുക. തറവാട്ടമ്പലത്തിൽ പോയി വഴിപാടി നടത്തണാവും എന്ന് അച്ഛനും വിളിച്ച് പറയുന്നുണ്ട്. കറക്റ്റ്, വഴിപാടുകൾ എന്താന്നൊക്കെ ഞാൻ കുറിച്ചു തരാം എന്ന് ആ ജ്യോത്സ്യനും പറഞ്ഞു നിർത്തുകയാണ്. നാലാമത്തെ ജ്യോത്സ്യനും ജാതകം നോക്കി ലഗ്നം ചിങ്ങമാണ്. ലഗ്നാധിപനായ സൂര്യൻ നിൽക്കുന്നത് 10ാം ഭാവത്തിലും. സൂര്യൻ 10ൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ചെറുപ്പത്തിലെ ബുദ്ധിയും തന്റെ ഇടവുമുണ്ട്. സൽക്കർമ്മിയാണ്. സ്വന്തം അധ്വാനം കൊണ്ട് പച്ച പിടിക്കേണ്ട ജാതകമാ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കിടക്കുന്നത് 7ലും 8ലുമാണ്. ലഗ്നത്തിന്റെ 7ാം ഭാവം എന്ന് പറയുന്നത് കളത്ര ഭാവമാ. അവിടെ ശനിയുടെ ദൃഷ്ടിയുണ്ട്. പോരാത്തതിന് 7 അധിപനായ ശനി ഇപ്പോൾ നിൽക്കുന്നത് രാഹുവിനോടൊപ്പമാ എന്നൊക്കെ ജ്യോത്സ്യൻ പറയുന്നത് കേട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാ സുഭാഷും കൂട്ടരും. പരിഹാരം എന്ന് നിധി ചോദിക്കേ. അടുത്ത മാസത്തോടെ ശനിയുടെ അപഹാരം മാറി ബുധന്റെ അപഹാരം തുടങ്ങും. എന്നാലും ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിൽ നീലാഞ്ജന വഴിപാട് നടത്തണം, എള്ളുതിരി കത്തിക്കണം എന്ന് ജ്യോത്സ്യൻ പറഞ്ഞു നിർത്തേ. തറവാട്ടമ്പലത്തിലായാലോ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. തറവാട്ടമ്പലത്തിലായാൽ കേമം എന്ന് ജ്യോത്സ്യർ പറയേ. അല്ല ജ്യോത്സ്യരെ, വിവാഹം എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഉടനെ നടക്കും, പെണ്ണ് വടക്കുതിക്കിന്നായിരിക്കും എന്ന് ജ്യോത്സ്യൻ പറയുന്നത് കേൾക്കെ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. പിന്നീട് പോവാൻ റെഡിയായി മുറ്റത്ത് നിൽക്കുന്ന ജ്യോത്സ്യന്മാർക്ക് സുധീഷ് ദക്ഷിണ കൊണ്ടു കൊടുക്കുക. ഒരാളുടെ കയ്യിലേക്ക് കാശ് വെച്ചു കൊടുത്തുകൊണ്ട് എല്ലാവർക്കുമുള്ളത് ഒരുമിച്ചുണ്ടെന്ന് സുധീഷ് പറയുകയാ. പറഞ്ഞത് കൃത്യമുണ്ടല്ലോ എന്ന് ജ്യോത്സ്യൻ ചോദിക്കേ. ഓ എന്ന് സുധീഷും. നല്ലത് എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിച്ച് അവർ യാത്രയാവുകയാ. അവരെ പറഞ്ഞുവിട്ട് സുധീഷും ഹരീഷും ഉമ്മറത്തേക്ക് കയറുമ്പോഴേക്കും അച്ഛനും എടാ അവിടെ നിന്നേ, നിങ്ങൾ പറഞ്ഞുറപ്പിച്ചു വന്ന ആ നാടകം കളിച്ചവരല്ലേ അവര് എന്നച്ഛൻ ചോദിക്കുന്നുണ്ട്. അയ്യോ അല്ല, അത് അവരവരുടെ ഇഷ്ടപ്രകാരം പറഞ്ഞതാ എന്ന് സുധീഷ് പറയേ. അത് നിന്റെ മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഈ ജാതകത്തിലൊന്നും ഒരു കാര്യവുമില്ലടാ. കൂടെ കറങ്ങി നടക്കുന്ന മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും മോളിൽ കിടന്ന് കറങ്ങുന്ന ഗ്രഹങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലടാ. ചെല്ല് ചെല്ല് എന്നച്ഛൻ പറയേ. സുധീഷും ഹരീഷും അകത്തേക്ക് കയറി പോവുകയാണ്. അവർ ഹാളിലേക്ക് ചെന്ന് അവിടെ നിൽക്കുന്ന സുഭാഷേട്ടനോടായി എന്തായി, ഇപ്പൊ സന്തോഷായില്ലേ എന്ന് ചോദിക്കാൻ നിധി പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്. പറഞ്ഞ എല്ലാവരും ഒരു കാര്യം ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നവൾ ചോദിക്കേ. തറവാട്ടമ്പലത്തിൽ പോകുന്ന കാര്യമല്ലേ എന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. അതിനിപ്പോ എന്താ പ്രശ്നം? തറവാട്ടമ്പലത്തിൽ പോയി വഴിപാട് നടത്തണമെങ്കിൽ നമ്മൾ അത് നടത്തണം, അത്രയല്ലേ ഉള്ളൂ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നിധിയും പുഞ്ചിരിയോടെ നിൽക്കുകയാ. പിന്നീട് നിധി അവിടെ ഡൈനിങ് ഹാളിൽ തൂത്തുവാരിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുഭാഷ് ഏട്ടൻ അവിനാശിനെ വിളിച്ച് ജോലിക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നത്. അവിനാശേ, ഞാൻ ഇന്ന് വരാൻ വൈകും. പിന്നെ തട്ടടിക്കാനുള്ള ആള് വരും. നീ സൈറ്റിൽ തന്നെ ഉണ്ടാവണം കേട്ടോ. ഇങ്ങോട്ടും പോവരുത്, എല്ലാം നോക്കിക്കോണം. എന്നാ ഞാൻ വെക്കുക എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ കോൾ വെച്ചു കഴിഞ്ഞ് നിധിയുടെ അരിയിലേക്ക് വരുമ്പോഴേക്കും തൂത്തുവാരിക്കൊണ്ട് നിൽക്കുന്ന അവളെ കണ്ട് മോളെ ഇന്ന് ജോലിക്ക് പോകണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. സെക്കൻഡ് സാറ്റർഡേ അല്ലേ എന്നവൾ പറയുന്നത് കേൾക്കേ. ഞാനിപ്പോൾ വരാമെന്ന് സുഭാഷ് ഏട്ടൻ പറയുമ്പോഴാണ് സുധീഷും അങ്ങോട്ട് വന്ന് സുഭാഷ് ഏട്ടൻ ആകെ മാറിയല്ലേ, മുഖത്തിപ്പോൾ ഒരു തെളിച്ചുമൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ശരിയാടാ, അത് പക്ഷേ എന്റെ ജാതകം നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ടല്ല, നിങ്ങൾക്ക് ഞാൻ കാരണം ഒരു തട്ടുകേടും ഉണ്ടാവില്ലെന്ന് മനസ്സിലായതുകൊണ്ടാ എന്ന് സുഭാഷ് പറയേ. അത് ശരി, അപ്പോ തറവാട്ടമ്പലത്തിലേക്ക് എന്നാ പോകുന്നതെന്ന് നിധിയും. അത് പോവാം, അതിനു മുമ്പേ നമുക്കാദ്യം ആ അമ്പലം ഏതാണെന്ന് കണ്ടുപിടിക്കണ്ടേ എന്ന് സുധീഷ് ചോദിക്കേ. അതറിയില്ലേ എന്ന് നിധി ചോദിക്കേ. ഇല്ലെന്ന് സുധീഷും. സുഭാഷേട്ടനും അറിയില്ലേ എന്ന് നിധി ചോദിക്കേ. അങ്ങനെ ചോദിച്ചാ ഇതുവരെ പോവാത്തോണ്ട് എന്ന് പറഞ്ഞ് പരുങ്ങളോട് നിൽപ്പാ സുഭാഷും. നിങ്ങൾ ജനിച്ചു വളർന്നത് ഇവിടെയല്ലേ എന്ന് നിധി ചോദിക്കേ. അതൊക്കെ അതേന്ന് സുഭാഷേട്ടനും. എന്നിട്ടും അറിയില്ലെന്ന് നിധി ചോദിക്കേ. ഇല്ലെന്ന് സുഭാഷും. അപ്പോഴാണ് അച്ഛൻ അതുവഴി പോകുന്നത്. അച്ഛാ, തറവാട്ടമ്പലം എവിടെയാ എന്ന് നിധി ചോദിക്കേ. എന്ത് എന്ന് അച്ഛനും. നമ്മുടെ തറവാട്ടമ്പലം എവിടെയാന്ന് എന്ന് പറഞ്ഞ് അച്ഛൻ കൈ മലർത്തുകയാ. സത്യമായിട്ടും അറിയില്ലേ എന്ന് നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്. അറിയുമെങ്കിൽ പറയില്ലേ എന്ന് അച്ഛനും. ശരിക്കും നിങ്ങളുടെ നാട് എവിടെയാ എന്ന് നിധി ചോദിക്കേ. ഇവിടെ തന്നെ എന്ന് അച്ഛനും. അതല്ല, ശരിക്കുള്ള ഒറിജിൻ എന്ന് നിധി ചോദിക്കേ. മനസ്സിലായില്ലെന്ന് അച്ഛനും. അതായത് അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് എവിടെയാണോ ജനിച്ചത് അവിടെ ആയിരിക്കും തറവാട്ടമ്പലം എന്ന് നിധി പറയേ. ഓ യു മീൻ ആൻസിസ്റ്റേഴ്സ് എന്ന് അച്ഛനും. അതെ, അതേത് നാടാ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ശരിക്കുമുള്ള പൂർവികരെ തേടി പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാം പൂർവികരുടെ തുടക്കം സൗത്ത് ആഫ്രിക്കയിലാണെന്നാ കേട്ടിട്ടുള്ളത്. പക്ഷെ അവിടെ അമ്പലമുണ്ടോന്നറിയില്ല. ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ട്. ദൈവനെ പോലെ എന്ന് ചിരി കടിച്ചമർത്തി കുരങ്ങനെ പോലെ ഇരിക്കുന്ന സുധീഷിനെ ചൂണ്ടി അച്ഛൻ പറയുകയാണ്. അച്ഛൻ നടന്നു നീങ്ങുമ്പോഴേക്കും നിങ്ങളുടെ അച്ഛൻ നിരീശ്വരവാദിയാണോന്ന് നിധി ചോദിക്കുന്നുണ്ട്. അജ്ഞാവാദി, അഗ്നോസ്റ്റിക് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അച്ഛനും നടന്നു പോവുകയാ.
അങ്ങേരോട് ചോദിച്ചിട്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. തറവാട്ട് അമ്പലമല്ലേ, അത് നമുക്ക് കണ്ടുപിടിക്കാമെന്നേ, പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യാം എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ശരിയടാ ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് സുഭാഷ് സഞ്ചി എടുക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ എങ്ങോട്ടാ പോകുന്നതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. കടയിലേക്ക് എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ അതെ, നാട്ടുകാർക്ക് മുഴുവൻ സുഭാഷ് ഏട്ടൻ പോയതറിയാം, ഓരോന്ന് ചോദിക്കാൻ നിൽക്കും, കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട എന്ന് സുധീഷ് പറയേ എടാ ചോദിക്കുന്നവരെപ്പോഴായാലും ചോദിക്കും എന്ന് വെച്ച് അടച്ചുപൂട്ടി വീട്ടിലിരിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ അവരുടെ ആരുടെയും സ്വത്ത് മോഷ്ടിച്ചിട്ടില്ല, ഒരു വൃത്തികേടും കാണിച്ചിട്ട് പോയതുമല്ല. എനിക്ക് മാറി നിൽക്കണമെന്ന് തോന്നി ഞാൻ മാറി നിന്നു, തിരിച്ചു വരണമെന്ന് തോന്നി തിരിച്ചു വന്നു. കാര്യം കഴിഞ്ഞില്ലേ, വാട നികേഷേ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ വിളിക്കേ. ഷേക്ക് കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നികേഷും സുഭാഷിന്റെ കൂടെ പോവുകയാ. ചിരിയോടെ നോക്കി നിൽക്കുന്ന സുധീഷിനോടായി നിധി പറയുന്നുണ്ട്. ഏതായാലും സുധീഷിന്റെ ജ്യോത്സ്യന്മാരുടെ വിദ്യ ഫലിച്ചു. സുഭാഷേട്ടന്റെ മനസ്സിനിപ്പോ നല്ല ധൈര്യമുണ്ട്, അതാണ് ഈ സുധീഷ് എന്ന് പറഞ്ഞ് ചിരിയോടെ നിധിയെ നോക്കുന്ന സുധീഷിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.